വിമാനത്താവളത്തോട് ചേർന്ന് അപകടം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ വിമാനത്താവളം പൂർണ്ണമായി അടച്ചു. ഇനി അവിടെ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങൾക്കും പറന്നിറങ്ങേണ്ട വിമാനങ്ങൾക്കും മറ്റ് മാർഗങ്ങൾ തേടാൻ വിമാന അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അപകടത്തിൽപ്പെട്ടതിൽ വിദേശികൾ ഉണ്ടായിരുന്നോ, ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ സർക്കാർ പരിശോധിച്ചു വരികയാണ്. യാത്രക്കാരുടെ പൂർണ്ണമായ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തേടിയിട്ടുണ്ട്. അപകടം ഉണ്ടായത് അഹമ്മദാബാദ് വിമാനത്താവളത്തോട് ചേർന്ന് ആണെന്നുള്ളത് കൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ പൂർണ്ണമായും അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിമാനത്താവളം പൂർണ്ണമായും അടച്ചു. എയർ ഇന്ത്യ ഇക്കാര്യങ്ങൾ, അതായത് അപകടം ഉണ്ടായത് എങ്ങനെയെന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്നാണ് എയർ ഇന്ത്യ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അപകടം ഉണ്ടായി എന്നുള്ള കാര്യം എയർ ഇന്ത്യ സ്ഥിരീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അപകടം ഉണ്ടായത്, ഏത് സാഹചര്യത്തിലാണ് അപകടം ഉണ്ടായത് എന്ന കാര്യം പരിശോധിച്ചു വരികയാണ് എന്നാണ് എയർ ഇന്ത്യയുടെ ആദ്യ സ്റ്റേറ്റ്മെന്റായി പുറത്തു വരുന്നത്. എന്നോടൊപ്പം ലിജോ കൂടി ചേർന്നു. ലിജോ, അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാവും? നിലവിലെ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്ക് വിഷയം പോകുന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വിമാനം പറന്നുയർന്ന സമയത്ത് തന്നെ അത് തകർന്നു വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പൂർണ്ണമായും ഇന്ധനം നിറച്ച സാഹചര്യമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ സ്ഫോടനവും അല്ലെങ്കിൽ വലിയ കപ്പൽ അതിൽ നിന്നുണ്ടായത് അതുകൊണ്ടാണ്. വലിയ തോതിലുള്ള ഒരു ഏതൊക്കെ ആശുപത്രികളാണുള്ളത്? വലിയ രീതിയിലുള്ള ദുരന്തമാണ് അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇന്ധന ടാങ്കിൽ നിറച്ച് ഇന്ധനമുണ്ടായിരുന്നു. ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം അങ്ങനെ താഴേക്ക് വീഴുമ്പോൾ അത് വലിയ രീതിയിലുള്ള അപകടമായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. വലിയ ജനവാസ മേഖലയിലേക്ക് കൂടിയാണ് ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഈ അപകടത്തിൻ്റെ വ്യാപ്തിനെ വർദ്ധിപ്പിക്കുന്നത്. 242 യാത്രക്കാരുള്ള എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുവെന്ന് ഇപ്പോൾ എയർ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 242 യാത്രക്കാർ അതിൽ ഉണ്ടായിരുന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതിൽ എന്താണ് സംഭവിച്ചത്, വിമാനത്തിന് എന്തായിരുന്നു തകരാറുണ്ടായിരുന്നത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുകയാണ്. വ്യോമയാന മന്ത്രി ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസും ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അടിയന്തരമായ എല്ലാ സാഹചര്യത്തെയും നേരിടാൻ അഹമ്മദാബാദിലുള്ള ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ പരിക്കേറ്റ കുറേയധികം ആൾക്കാരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കനത്ത ആൾനാശമാണ് ഉണ്ടായിരിക്കുന്നതെന്നുള്ള റിപ്പോർട്ടാണ് ഈ സമയം വരുന്നത്. പ്രാഥമികമായുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ ന്യൂസ് മലയാളത്തിലൂടെ കാണുന്നത്. അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം ഡൽഹിയിൽ നിന്ന് രാവിലെ തിരിച്ചതാണ് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നു. ലണ്ടനിലേക്ക് പുറപ്പെട്ട ഉടൻ തന്നെ അത് ജനവാസ മേഖലയിൽ തകർന്നു വീഴുകയായിരുന്നു. Please, sir. Hello, sir. ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. ലിജോ ചേരുകയാണ്. ലിജോ, ഈ യാത്രക്കാർ ആരെല്ലാമാണ് അതിൽ ഉണ്ടായിരുന്നെന്നുള്ള വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് എത്തുന്നുണ്ടോ? ആരെല്ലാം അതിൽ യാത്ര ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എയർ ഇന്ത്യ അല്പസമയത്തിനകം അക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പൂർണ്ണമായും കത്തിയമർന്ന എയർ ഇന്ത്യ വിമാനമാണ്. അതിൽ കനത്ത ആൾനാശം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ നമ്മൾ ഇക്കാര്യം നേരത്തെ തന്നെ അത്തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ പൂർണ്ണമായും കത്തി നശിച്ച അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം അപകടം
യഥാർത്ഥത്തിൽ ഇപ്പോൾ അഹമ്മദാബാദിൽ നടന്നിരിക്കുന്നത്. NDRFന്റെ 3 സംഘങ്ങൾ ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം അവിടെ എത്തും. രക്ഷാപ്രവർത്തനം അതിന്റെ പൂർണ്ണതോതിൽ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിശദീകരണം തേടിയിട്ടുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു ദുരന്തമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനവാസ മേഖലയ്ക്ക് സമീപം പൂർണ്ണമായും ഒരു വിമാനം തകർന്നു വീണിരിക്കുന്നു. അതിന് കാരണമായി ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പറയുന്നത് വിമാനത്താവളത്തിന്റെ മതിലിൽ ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മറ്റു വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടത്. വലിയ തോതിലുള്ള അപകടം ഉണ്ടായിരിക്കുന്നു. അപകടത്തിൽ ഏതാണ്ട് 242 ആളുകളാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 242 ആളുകളിൽ നിരവധി ആളുകളെ അവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. വലിയ തോതിൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത് ഈ അപകടത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപകടത്തിൽ വലിയ തോതിലുള്ള ഒരു വ്യാപ്തി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആളുകൾക്ക് ആൾനാശമുണ്ടാവാൻ സാധ്യതയുണ്ട്, ആളുകൾക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അതോടൊപ്പം തന്നെ വിമാനം കത്തി അമർന്ന വിമാനത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നതെന്നുള്ളതാണ്. പൂർണ്ണമായും വിമാനം കത്തി അമർന്നിരിക്കുന്ന നിലയിലാണ് ഉള്ളതെന്നുള്ളതാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:17 അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ട വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്തത്. അതായത് വിമാനം പറന്നുയരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ തകർന്ന് തരിപ്പണമായി പോയത് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വിമാനത്തിൽ, അതായത് വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ, അതായത് വിമാനത്തിന് തീപിടിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. വിമാനത്താവളത്തിൽ നിന്ന് ഉയർന്നു പൊന്തിയ വിമാനം പിന്നീട് താഴേക്ക് പോവുകയും അത് മതിലിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഘട്ടത്തിൽ വിമാനം താഴേക്ക് പതിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വിമാനം ഉടനെ തന്നെ, അതായത് വിമാനം താഴേക്ക് വരികയും അത് ഇടിക്കുന്ന ഉടനെ തന്നെ അതൊരു തീഗോളമായി മാറുന്നതാണ് യഥാർത്ഥത്തിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന. അത്രത്തോളം വലിയ തോതിലുള്ള ഒരു അപകടമാണ് നടന്നിരിക്കുന്നത്. 242 ആളുകളും 11 ക്രൂ മെമ്പേഴ്സും ഉള്ള ഒരു വിമാനം, എയർ ഇന്ത്യയുടെ 171 എന്ന വിമാനം തകർന്നു വീണിരിക്കുന്നു. പൂർണ്ണമായും ആ വിമാനത്തിന് കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കാണുന്ന ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പൂർണ്ണമായും ഈ വിമാനം തകർന്ന് തരിപ്പണമായിരിക്കുന്നു, കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീത്ത് ബാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിലുള്ള വിവരം? വ്യോമയാന മന്ത്രി രാം നായിഡു അദ്ദേഹം അവിടേക്ക് പുറപ്പെടുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. വിമാനത്താവളത്തിലും പരിസരത്തും പൂർണ്ണമായും വലിയ അടിയന്തരാവസ്ഥ. കാരണം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വിമാനം പൂർണ്ണമായും കത്തി അമർന്നുണ്ട്. ഒരു തരി പോലും ശേഷിക്കാത്ത രൂപത്തിൽ വിമാനം പൂർണ്ണമായും കത്തി അമരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പറന്നുയർന്ന ഉടൻ 1:17 അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നു. 1:50 മുൻപായി 1:42 വിമാനം പൂർണ്ണമായും കത്തി അമർന്നാണ് താഴേക്ക് പതിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. കാരണം ആ മേഖലയിൽ പൂർണ്ണമായും തീ പടർന്നിരിക്കുന്നു. വിമാനം പൂർണ്ണമായും കത്തിയിരിക്കുന്നു. 242 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 8 ക്രൂ മെമ്പേഴ്സും 2 പൈലറ്റുമാരും. വിമാനം പൂർണ്ണമായും കത്തിയമർന്ന രൂപത്തിലാണ് താഴേക്ക് പതിക്കുന്നത്. അതൊരു പക്ഷേ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലേക്ക് അതിൻ്റെ പട്ടികയിലേക്കായിരിക്കും ഈ ദുരന്തവും ചേർത്ത് വെക്കാൻ പോകുന്നത്. അത്രയും വലിയ അപകടമാണ്, അത്രയും വലിയ ദുരന്തമാണ് നമ്മളുടെ അനുഭവത്തിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ളതിൽ വലിയ ദുരന്തം, വലിയ അപകടം എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. അതുമാത്രമല്ല, വലിയ ജനവാസ മേഖലയാണത്. ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ അവിടെ ആ രൂപത്തിൽ ആൾനാശം ഉണ്ടായിട്ടുണ്ടോ, അപകടം ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി വരുമ്പോൾ അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ ജനവാസ കേന്ദ്രത്തിലേക്ക്, വീടുകളുടെ മുകളിലേക്കാണ് വിമാനം കത്തിയമർന്ന് ഇടിച്ചിറങ്ങുന്നത്. അതൊരു പക്ഷേ അപകടത്തിൻ്റെ വ്യാപ്തി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും എയർ ഇന്ത്യയുടെ വിശദീകരണം ആദ്യഘട്ടത്തിൽ വരുന്നത് ഞങ്ങൾ പരിശോധിക്കുകയാണ്, എന്താണ് അപകടത്തിൻ്റെ കാരണമെന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് എയർ ഇന്ത്യ ആദ്യഘട്ടത്തിൽ നൽകിയ വിശദീകരണം. അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് മാത്രമാണ് ഇനി അറിയേണ്ടത്. യാത്രക്കാരിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു, വിദേശികളുണ്ടായിരുന്നോ എന്ന കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. യാത്രക്കാരുടെ പൂർണ്ണമായ വിവരങ്ങൾ എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്നുകൂടി മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണിയുടെ ബന്ധു വിമാനത്തിലുണ്ടായിരുന്നു എന്നൊരു വിവരം കൂടി ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്നുണ്ട്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 242 യാത്രക്കാരുണ്ടായിരുന്നു. പുറപ്പെട്ട ഉടൻ, വിമാനം പറന്നുയർന്ന ഉടൻ
വിമാനം പറന്നുയർന്നയുടൻ അപകടത്തിൽപ്പെടുകയായിരുന്നു. പറന്നുയർന്നയുടൻ കത്തി അമർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വിമാനം പറന്നുയരുന്നു. അതിനുശേഷം അപകടത്തിൻ്റെ സൂചനകൾ കാണുന്നു. വിമാനം താഴേക്ക് വരുന്നു, കത്തി അമർന്ന് കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് പതിക്കുന്നു. അതാണ് അപകടം, നമ്മൾ കണ്ട അപകടം. 10 ക്രൂ മെമ്പേഴ്സും ബാക്കി യാത്രക്കാരും അടക്കം 242. पूरा ही गया हुआ है, कोई बात लंबी सवारी कितनी चाहिए? पूरा ही गया हुआ है, कोई बात लंबी सवारी कितनी चाहिए? पूरा ही गया हुआ है, कोई बात